ഹായ് ഗൈസ്, ഐ എം ഡോക്ടർ അജിൻഷ. ഇന്ന് ഞാനൊരു കേസ് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ്. അപ്പൊ അവള് വിളിച്ചിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ടാണ് പറഞ്ഞത്. അവളുടെ ഹസ്ബൻഡിന് 30+ ഇയർ ഒക്കെ ഉണ്ട്. അവളുടെ ഹസ്ബൻഡിന് ഭയങ്കര വയറുവേദന. ആദ്യം ചെറുതായിട്ടേ ഉള്ളായിരുന്നു. ഇപ്പൊ നല്ല അൺസഹിക്കബിൾ ആയിട്ടുള്ള വയറുവേദനയുണ്ട്. അപ്പോ എന്താ ചെയ്യാ, ഇത് സീരിയസ് ആണോ എന്നൊക്കെ സംശയമൊക്കെ ആയിട്ടാണ് അവൾ വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിച്ചു. പറഞ്ഞു ഹസ്ബൻഡ് കിടക്കുവാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഹസ്ബൻഡിനെ കാണിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോ ഹസ്ബൻഡിനെ ഇവള് വീഡിയോ ഫോൺ ഹസ്ബൻഡ് കിടക്കുന്നിടത്ത് കൊണ്ടുപോയപ്പോ ഹസ്ബൻഡ് ഒരു പ്രത്യേക പൊസിഷനിലാണ് കിടക്കുന്നത്. ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന ഈ പൊസിഷനിലാണ് ഹസ്ബൻഡ് കിടക്കുന്നത്. അപ്പൊ ഈ പൊസിഷൻ കണ്ടപ്പോ തന്നെ കാര്യം എന്താന്ന് വേഗം ഡോക്ടർ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു സൈനിനെ എന്താന്ന് പറയാന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും? ഇതിനെയാണ് മുഹമ്മദൻ പ്രേയർ സൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രേയിങ് സൈൻ എന്നൊക്കെ പറയും. അതായത് ഇസ്ലാമിക് റീജിയനിൽ പ്രേ ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷൻ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു പൊസിഷൻ എന്ന് പറയുമ്പോൾ ഈ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു റിട്രോ പെരിട്ടോണിയൽ ഓർഗൻ ആണ്. അതായത് പെരിട്ടോണിയലിന്റെ ബാക്കിലായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പാൻക്രിയാസിന് ഇൻഫ്ലമേഷൻ നടക്കുമ്പോൾ, അതായത് പാൻക്രിയാസ് വികസിക്കുമ്പോൾ ഇത് പെരിട്ടോണിയത്തിലും അബ്ഡോമിനൽ മസിലൊക്കെ തട്ടിയിട്ടുള്ള പെയിൻ ആണ് വയറുവേദന. അപ്പൊ നമ്മൾ ഈ പൊസിഷനിൽ കിടക്കുവാണെങ്കിൽ ഈ പെരിട്ടോണിയം കുറച്ച് ഗ്യാപ്പ്, പാൻക്രിയാസ് തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവുകയും ഈ തട്ടൽ ഒഴിവാക്കിയിട്ട് പെയിൻ കുറയുകയും ചെയ്യുന്നുണ്ട്. സിവിയർ ആ കണ്ടീഷനിലെ പെയിൻ കുറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് അനുഭവിക്കുന്ന പല പേഷ്യൻസും ഇങ്ങനെയാണ്, ഈ ഒരു പൊസിഷനാണ് കൂടുതലായിട്ട് വേദന വരുമ്പോൾ എടുക്കാറ്. അപ്പൊ ഇനി ഇങ്ങനൊരു കാര്യം വന്നാൽ നിങ്ങൾ മറക്കൂലല്ലോ അല്ലേ? ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.